അപ്പോൾ ഈ അറസ്റ്റുകൾ ഇതേപോലെയുള്ള അന്വേഷണങ്ങൾ എവിടെ എത്തി നിൽക്കും അവസാന ഘട്ടത്തിൽ? കാരണം പത്മകുമാറിൽ നിന്നും മുകളിലേക്ക് പോകുകയാണെങ്കിൽ കടകംപള്ളി പോയി അവസാനിക്കേണ്ടി വരും. കടകംപള്ളി ചെറിയ മീനല്ല. കഴക്കൂട്ടത്തെ 2 തവണ MLA ആണ്, മന്ത്രിയാണ്, പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ മുതിർന്ന നേതാവാണ്. ആ നേതാവിനെ പിടിച്ച് അകത്തിടുകയാണെങ്കിൽ അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലേ? അപ്പോൾ ഒരു ജാഗ്രത CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടാകില്ല? അല്ല, തെരഞ്ഞെടുപ്പിനെ ആൾറെഡി ബാധിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ബാധിക്കാനൊന്നുമില്ല. കാരണം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം അറസ്റ്റ് ചെയ്യപ്പെട്ടല്ലോ. അതുകൂടാതെ മുമ്പ് PK ഗുരുദാസൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരിക്കുകയും ഒരു ടൈമിൽ കമ്മീഷണറും പിന്നൊരു ടൈമിൽ പ്രസിഡന്റുമായിരുന്ന വാസു അകത്ത് കിടക്കുകയല്ലേ. അല്ല, പക്ഷേ ഈ കടകംപള്ളി പ്രതിയാകണമെങ്കിൽ കഴക്കൂട്ടത്തെ ബാധിക്കും. കഴക്കൂട്ടത്തെ ബാധിക്കുകയാണെങ്കിൽ അത് ഗുണം ചെയ്യുക BJP-ക്കായിരിക്കും, അത് കോർപ്പറേഷൻ ഭരണത്തിലേക്കായിരിക്കും എത്തിക്കുക. തീർച്ചയായിട്ടും കോർപ്പറേഷന്റെ ഭരണത്തിലേക്ക് മാത്രമല്ല. ഇതിപ്പോൾ ഈ ശബരിമല പ്രശ്നം എന്ന് പറയുന്നത് കേവലം പത്തനംതിട്ടയിലോ തിരുവനന്തപുരത്തോ മാത്രം ഒതുങ്ങുന്നൊരു വിഷയമല്ല. മലയാളികൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം അവരെല്ലാം വലിയൊരു വേദനയിലാണ്, വലിയ വിഷമത്തിലാണ്. കാരണം ഭഗവാന്റെ സ്വത്ത് അടിച്ചുകൊണ്ട് പോയി, ഒരു ഭക്തൻ കൊടുത്ത ഒരു മുതൽ കട്ടുകൊണ്ടുപോയി, ഒരു ഉളുപ്പുമില്ലാതെ അതിനെ ന്യായീകരിക്കുന്ന ഒരു തരത്തിലേക്ക് വരുമ്പോൾ പൊതുവെ കേരളത്തിനെ ആകെ ബാധിക്കുന്ന ഒരു വിഷയം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.